C++ പ്രോഗ്രാംസിൽ നമ്മൾ എന്തൊക്കെയാണ് മെയിൻ റൂൾസ്, എന്തൊക്കെ നമ്മൾ പ്രോഗ്രാം എഴുതുന്നതിന് മുമ്പ് അറിഞ്ഞിരിക്കണം എന്നതിനെക്കുറിച്ചാണ് നമ്മൾ ഈ വീഡിയോ ടോപ്പിക് ഉൾപ്പെടുത്തി വീഡിയോയിലെ ടോപ്പിക്ക്. What is a program? Program is a set of instructions to carry out a particular task with the logic of a high-level language. ലാംഗ്വേജിൻ്റെ ലോജിക്കും സിൻറ്റാക്സും അനുസരിച്ച് നമ്മളൊരു പർട്ടിക്കുലർ വർക്ക് സോൾവ് ചെയ്യാനോ സീക്വൻസിൽ ഓർഡറിൽ എഴുതുന്ന സ്റ്റേറ്റ്മെൻറ്റുകളാണ് നമ്മൾ പൊതുവെ പ്രോഗ്രാം എന്ന് പറയുന്നത്. എല്ലാ ലാംഗ്വേജിനും ലാംഗ്വേജസ് ഹാവ് ക്യാരക്ടർ സെറ്റ്. എല്ലാ ലാംഗ്വേജുകൾക്കും ക്യാരക്ടർ സെറ്റുകളുണ്ട്. ഇവിടെ നമുക്ക് ഒരു പ്രോഗ്രാം എഴുതുന്നതിന് മുമ്പ് പാലിക്കേണ്ട നിയമങ്ങളുടെ റൂൾസ് ഉണ്ട്. അതെന്താണെന്ന് നമുക്ക് നോക്കാം. ഇവിടെ ഹിയർ കേസ് സെൻസിറ്റീവ് ലാംഗ്വേജസ്, സോ ഓൾ ഇൻസ്ട്രക്ഷൻസ് മസ്റ്റ് ബി റിട്ടൺ ഇൻ ലോവർ കേസ് ലെറ്റർ. അതായത് സ്മാൾ കേസ് ലെറ്ററിൽ വേണം പ്രോഗ്രാം എഴുതേണ്ടത്. ഓൾ സ്റ്റേറ്റ്മെൻറ്റ് മസ്റ്റ് എൻഡ് വിത്ത് സെമി കോളൻ. എല്ലാ സ്റ്റേറ്റ്മെൻറ്റും സെമി കോളനിൽ വേണം അവസാനിക്കേണ്ടത്. വൈറ്റ് പേസ് നമുക്ക് ഉപയോഗിക്കുന്നത് ബ്ലാങ്ക് സ്പേസ് ആയിട്ട് ടാബായിട്ടും ഉപയോഗിക്കണം. ഐഡൻറ്റിഫയർ സ്പേസ് ബിറ്റ്വീൻ ദി കീവേഡ്സ് ആൻഡ് ഐഡൻറ്റിഫയേഴ്സ്. ഐഡൻറ്റിഫയേഴ്സിനും കീവേഡ്സിനും ഇടയിൽ സ്പേസ് മസ്റ്റായി ഉപയോഗിക്കുക. പ്രോഗ്രാം സ്റ്റേറ്റ്മെൻറ്റ് ക്യാൻ ബി സ്പ്ലിറ്റ് ഇൻ ടു മെനി ലൈൻസ് ഓർ ക്യാൻ ബി റിട്ടൺ ഇൻ വൺ ലൈൻസ്. ഒരു സ്റ്റേറ്റ്മെൻറ്റ് നമുക്ക് ഒന്നിലധികം ലൈനുകളായിട്ട് എഴുതാം, അല്ലെങ്കിൽ ഒറ്റ ലൈനിൽ തന്നെയായിട്ട് നിർത്താം. ഇനിയോ ബ്രേസ് മസ്റ്റ് ഓൾവേസ് മാച്ച് അപ്പോൺ പേഴ്സ്, അതായത് ജോഡി. ഒരു ഓപ്പൺ കർലി ബ്രാക്കറ്റ് ഉണ്ടെങ്കിൽ അതിന് ക്ലോസ് കർലി ബ്രാക്കറ്റും മസ്റ്റ് ആയിരിക്കും. ഓൾ പ്രോഗ്രാം സ്റ്റാർട്ട് വിത്ത് മെയിൻ ഫങ്ഷൻസ് അതിൻ്റെ ഹെഡർ ഫയൽസിലും വേണം തുടങ്ങാൻ നമുക്ക്. അപ്പോൾ ഇവിടെ നമ്മൾ പ്രോഗ്രാംസ് എന്താണ്, പ്രോഗ്രാം എഴുതേണ്ട റൂൾ, പ്രോഗ്രാം എഴുതുമ്പം ഓരോ സെറ്റുകളുടെ റൂൾസാണ് നമ്മൾ നോക്കിയത്. ഇനി അടുത്ത നമ്മൾ Character set is a set of valid characters that a language can recognize. Character set represents alphabet letters, numbers, and special symbols. A to Z small lettersum, capital lettersum, 52 numbers, digits 0 to 9, 10 numbers, special symbols, something 28 numbers. These are the character set. Difference ആണ് ഓരോ ലാംഗ്വേജിനും. ഓക്കെ, നെക്സ്റ്റ് നമ്മൾ ടോക്കൺ. എന്താണ് ടോക്കൺ? ദ സ്മോളസ്റ്റ് ഇൻഡിവിജ്വൽ യൂണിറ്റ് ഇൻ എ പ്രോഗ്രാം ഈസ് നോൺ ആസ് ടോക്കൺ. C++ ലാംഗ്വേജ് ഹാസ് ദ ഫോളോയിങ് ടോക്കൺ. C and C++ have the following tokens. First, keywords. Two languages have keywords, identifiers, literals, punctuations and operations. കീവേഡ്സ് ഫസ്റ്റ് എന്ന് പറയുന്നത് കീവേഡ്സ് ആണ്. എന്താണ് കീവേഡ്സ്? കീവേഡ്സ് ഈസ് എ സ്പെഷ്യൽ വേർഡ് that has a special meaning to the language compiler. Keywords are a reserved word for special purpose and must not be used as a normal identifier നയമായിട്ട് നമ്മൾ ഉപയോഗിക്കാൻ പാടില്ല. അത് കമ്പ്യൂട്ടർ കമ്പൈലറിന് സ്പെഷ്യൽ മീനിങ് ഉള്ള കോഡുകളായി ക്രിയേറ്റ് ചെയ്തവയാണ്. നമ്മൾ ആ ഫംഗ്ഷന് മാത്രം ഉപയോഗിക്കുക, ഐഡൻറ്റിഫയർ ആയിട്ട് യൂസ് ചെയ്യാൻ പാടില്ല. ഇനി എന്താണ് ഐഡൻറ്റിഫയർ? സെക്കൻഡ് വൺ ടോക്കൺസിലെ ഫസ്റ്റാണ് കീവേഡ്സ്, സെക്കൻഡ് വൺ ഐഡൻറ്റിഫയേഴ്സ്. ഐഡൻറ്റിഫയേഴ്സ് ഈസ് ദി യൂസർ ഡിഫൈൻഡ് നെയിം ഗിവൺ ടു എ പാർട്ട് ഓഫ് പ്രോഗ്രാം, വേരിയബിൾസ് ഓർ ഓബ്ജക്ട്സ്. ഐഡൻറ്റിഫയർ ഒരിക്കലും റിസർവ്ഡ് വേർഡ് അല്ല, യൂസർ ഡിഫൈൻ ചെയ്യുന്ന നെയിമാണ് ഐഡൻറ്റിഫയർ. ഒരു ഡേറ്റ ഏത് വേരിയബിളിലേക്കാണോ സ്റ്റോർ ചെയ്യേണ്ടത് അവർ ഐഡൻറ്റിഫൈ ചെയ്ത് കൊടുക്കുന്ന നെയിമുകളാണ് അതിൻ്റെ ഐഡൻറ്റിഫയേഴ്സ്. ഐഡൻറ്റിഫയേഴ്സ് ആർ ഡിഫൈൻഡ് ബൈ ദ യൂസർ, ബട്ട് ദേ ക്യാൻ ഹാവ് ലെറ്റേഴ്സ്, ഡിജിറ്റ്സ് ആൻഡ് സിംബൽസ്. ബട്ട് ഐഡൻറ്റിഫയർ മസ്റ്റ് ബിഗിൻ വിത്ത് എയ്തർ എ ലെറ്റർ ഓർ ആൻ അണ്ടർസ്കോർ. ലെറ്ററിലോ അണ്ടർസ്കോറിലോ വേണം നമ്മൾ സ്റ്റാർട്ട് ചെയ്യേണ്ടത്. Next one, literals. What is literals? Literals are data items that never change their value during the program run.
പ്രോഗ്രാം റൺ ചെയ്യുമ്പോൾ നമ്മൾ സ്റ്റോർ ചെയ്ത ഡേറ്റയിൽ യാതൊരു മാറ്റവും ഇല്ല, കോൺസ്റ്റൻ്റ് ആണ്. അതാണ് നമ്മൾ ലിറ്ററൽ എന്ന് ഉദ്ദേശിക്കുന്നത്. ലിറ്ററൽ മീൻസ് കോൺസ്റ്റൻറ്റ്. 4 ടൈപ്സ് ലിറ്ററൽസ് ഉണ്ട്. ഇൻറ്റിജർ കോൺസ്റ്റൻറ്റ്, ഒരു വാല്യൂ നമുക്ക് ഫിക്സഡ് ആയിട്ടൊരു വാല്യൂ സ്റ്റോർ ചെയ്ത് വെക്കണം. എ ഈസ് ഈക്വൽ ടു 15 എന്ന് പറഞ്ഞാൽ എയിലേക്ക് ഇപ്പോൾ 15 എന്ന നമ്പർ നമ്മൾ സ്റ്റോർ ചെയ്തു. ദാറ്റ് ഈസ് ദ ഇൻറ്റിജർ കോൺസ്റ്റൻറ്റ്. ക്യാരക്ടർ കോൺസ്റ്റൻറ്റ്, നമ്മളൊരു ക്യാരക്ടർ വേർഡ്സോ ഒരു ക്യാരക്ടർ ഗ്രേഡ് അല്ലെങ്കിൽ കോഡുകളോ ലെറ്ററുകളോ നമ്മളൊരു വേരിയബിളിലേക്ക് സ്റ്റോർ ചെയ്ത് വെച്ചാൽ അത് കോൺസ്റ്റൻ്റ് ആണ്. വേരിയബിൾ ചേഞ്ചബിൾ അല്ല, ഓൺലി വൺ വാല്യൂ. ദാറ്റ് ഐഡൻറ്റിഫൈ ഓൺലി വൺ വാല്യൂ, ദാറ്റ് ഈസ് ദ ഫിക്സഡ്. That is the character constant. Character constant is a one character enclosed in single quotation. ഒരു ക്യാരക്ടർ ഉള്ള ഒരു ക്യാരക്ടറാണ് നമുക്ക് സ്റ്റോർ ചെയ്ത് വെക്കേണ്ടെങ്കിൽ സിംഗിൾ കോട്ട്സിലും, 2 more ക്യാരക്ടേഴ്സ് ഉണ്ടെങ്കിൽ ഡബിൾ കോട്ട്സിലും വേണം നമ്മൾ സ്റ്റോർ ചെയ്ത് വെക്കാൻ. അപ്പം നമ്മളെ പേരൊരു വേരിയബിളിൽ സ്റ്റോർ ചെയ്യണം. നെയിം എന്നൊരു വേരിയബിൾ, ദാറ്റ് ഈസ് ഐഡൻറ്റിഫയർ. നെയിമിലേക്ക് എൻ്റെ പേര് സ്റ്റോർ ചെയ്യണം. നെയിം ഈസ് ഈക്വൽ ടു രാജു. രാജു എന്നുള്ള പേര് നമുക്ക് സ്റ്റോർ ചെയ്ത് വെക്കണം. അപ്പം നെയിം ഈസ് ഈക്വൽ ടു രാജു. അവിടെ അസൈൻ ചെയ്ത് വെച്ചു. നെയിം എന്നതിലേക്ക് രാജു എന്ന് സ്റ്റോർ ചെയ്ത് വെച്ചു. അപ്പോൾ രാജു എന്നുള്ളത് ക്യാപിറ്റൽ ലെറ്ററോ സ്മോൾ ലെറ്ററോ എന്തോ നിങ്ങൾ ഇഷ്ടമാവാം, യൂസർ ഡിഫൈൻ ചെയ്യുന്നതാണ്. അത് നമ്മൾ ഡബിൾ കൊട്ടേഷനിൽ വേണം കൊടുക്കാൻ. ബിക്കോസ് രാജുവിന് 1-ൽ കൂടുതൽ അക്ഷരങ്ങളുണ്ട്. ഒരു R എന്നൊരു ലെറ്റർ ആണെങ്കിൽ നമുക്ക് നെയിം ഈസ് ഈക്വൽ ടു R, അത് സിംഗിൾ കൊട്ടേഷനിൽ ഇടണം. അപ്പോൾ അസൈൻ ചെയ്യുന്ന വാല്യൂ എങ്ങനെയാണോ സ്റ്റോർ ചെയ്ത് വെക്കുന്നത് അതാണ് നമ്മൾ പറഞ്ഞത്. അതൊരു സ്ട്രിങ് കോൺസ്റ്റൻ്റ് ആണ്. അടുത്തത് ഫ്ലോട്ട് കോൺസ്റ്റൻ്റ്. റിയൽ കോൺസ്റ്റൻ്റ് എന്ന് പറയും, ഫ്ലോട്ട് കോൺസ്റ്റൻ്റ് എന്നും പറയും. റിയൽ കോൺസ്റ്റൻ്റ് ആർ നമ്പേഴ്സ് ഹാവിങ് ഫങ്ഷണൽ പാർട്ട്. കോൺസ്റ്റൻ്റ് ഫങ്ഷണൽ പാർട്ട് ആണ്. ഫ്ലോട്ട് കോൺസ്റ്റൻ്റ് അത് റിയൽ കോൺസ്റ്റൻ്റ്. നമുക്ക് ഡെസിമൽ പ്ലേസ് ഉള്ള വാല്യൂ ആണ് സ്റ്റോർ. ഇതിൻ്റെ പ്രൈസ് അപ്പോൾ 16 രൂപ 50 പൈസ, അതിൽ 15 രൂപ 20 പൈസ എന്നൊക്കെ നമുക്ക് സ്റ്റോർ ചെയ്യണം ഒരു വാല്യൂ ഇട്ട്. അപ്പോൾ വാല്യൂ ഈസ് ഈക്വൽ ടു 15.25 എന്ന് പറയണമെങ്കിൽ അത് ഇൻറ്റിജർ വാല്യൂ അല്ല, ഡെസിമൽ പാർട്ടും കൂടെ ഉണ്ട്. അപ്പോൾ നമ്മൾ ഫ്ലോട്ട് കോൺസ്റ്റൻ്റ് ആയിട്ട് നമ്മൾ കൺസിഡർ ചെയ്യും. പഞ്ച്വേഷൻസ്. എന്താ പഞ്ച്വേഷൻസ്? പഞ്ച്വേഷൻസ് ആർ ഓൾസോ നോൺ ആസ് സ്പെഷ്യൽസ് such as off bracket, curly bracket, double bracket, semicolon, star, is equal to, heart symbol, ellipsകളൊക്കെ ഇതൊക്കെ നമ്മൾ ഇതിൽ ഉൾപ്പെടും, പഞ്ച്വേഷനകത്ത് ഉൾപ്പെടും. ഓക്കെ, നെക്സ്റ്റ് വൺ 5-മത്തെയാണ് ഓപ്പറേറ്റേഴ്സ്. ഓപ്പറേറ്റേഴ്സ് ആർ സ്പെഷ്യൽ സിമ്പിൾസ് യൂസ്ഡ് ഫോർ സം കമ്പ്യൂട്ടേഷൻസ് വെൻ അപ്ലൈഡ് ടു വേരിയബിൾസ് ഓർ ഓബ്ജക്റ്റ് ഇൻ ആൻ എക്സ്പ്രഷൻസ്. അഥവാ അരിത്തമാറ്റിക് എക്സ്പ്രഷൻ ഓപ്പറേറ്റേഴ്സ്, പ്ലസ്, മൈനസ്, ഡിവിഷൻ, മൾട്ടിപ്ലിക്കേഷൻ, പിന്നെ ഈക്വൽ ടു, അസൈൻമെൻറ്റ് ഓപ്പറേറ്റേഴ്സ്. ഒരു വാല്യൂ ഒന്നിലേക്ക് അസൈൻ ചെയ്യാൻ നമ്മൾ ഈസ് ഈക്വൽ ടു എന്ന് പറഞ്ഞില്ല, ഈസ് ഈക്വൽ ടു അസൈൻമെൻറ്റ് ഓപ്പറേറ്റർ. ദർ ആർ 3 types ഓഫ് ഓപ്പറേറ്റേഴ്സ്. 3 തരം ഓപ്പറേറ്റേഴ്സ് ഉണ്ട്. യൂണറി ഓപ്പറേറ്റർ, ബൈനറി ഓപ്പറേറ്റേഴ്സ്, ടെണറി ഓപ്പറേറ്റേഴ്സ് എന്നൊക്കെ പറയും. എന്താ യൂണറി ഓപ്പറേറ്റർ? യൂണറി ഓപ്പറേറ്റേഴ്സ് ആർ ദോസ് ഓപ്പറേറ്റേഴ്സ് ദാറ്റ് റിക്വയർസ് one operator to operate some യൂണറി ഓപ്പറേഷൻസ്. അതായത് ഒരു അഡ്രസ് ഓപ്പറേറ്ററാണ് ആൻഡ് സിമ്പിൾസ്, ഇൻഡയറക്ഷൻ ഓപ്പറേറ്റർ, യൂണറി പ്ലസ് ഓപ്പറേറ്റർ, പ്ലസ്, മൈനസ്, പ്ലസ് പ്ലസ്, ഇൻക്രിമെൻ്റൽ ഓപ്പറേറ്റർ. നമുക്ക് കണ്ടിന്യൂസ് ആയിട്ട് കൂട്ടിക്കൊണ്ടേയിരിക്കണം. 1 2 3 4 എന്നൊക്കെ പോകുമ്പോൾ പ്ലസ് പ്ലസ് എന്ന സിമ്പിൾ ഉപയോഗിക്കും. ഇൻക്രിമെൻ്റൽ ഓപ്പറേറ്ററാണ്. ഡിക്രിമെൻ്റൽ ഓപ്പറേറ്റർ മൈനസ് മൈനസ്, 2 മൈനസ് ഉണ്ട്, തുടരെ മൈനസ് ചെയ്തുകൊണ്ടേയിരിക്കും. അപ്പോൾ ലോജിക്കൽ ഓപ്പറേഷൻ, നോട്ട് ഈക്വൽ ടു, ഇതൊക്കെ നമ്മൾ ഏതിൽ പെടും? യൂണറി ഓപ്പറേറ്റർ എന്ന് പറയും. ബൈനറി ഓപ്പറേറ്റർ എന്ന് പറഞ്ഞാൽ ലോജിക്കൽ ദോസ് ഓപ്പറേറ്റർ ദാറ്റ് റിക്വയർ 2 operators to operate ബൈനറി ഓപ്പറേഷൻസ് ഡിവൈഡഡ് ഇൻറ്റു 2. അരിത്തമാറ്റിക് ഓപ്പറേറ്റേഴ്സും ലോജിക് ഓപ്പറേറ്റേഴ്സും. ലോജിക് നോട്ട് ഓപ്പറേറ്റേഴ്സ് ആണ്, നോട്ട് ഈക്വൽ ടു എന്നൊക്കെ. അരിത്തമാറ്റിക് ഓപ്പറേറ്റേഴ്സ് എന്ന് പറയും പ്ലസ്, മൈനസ്, മൾട്ടിപ്ലിക്കേഷൻ, ഡിവിഷൻ ആണ് നമ്മൾ അരിത്തമാറ്റിക് ഓപ്പറേഷൻസ്. അസൈൻമെൻറ്റ് ഓപ്പറേറ്റേഴ്സ് ഉണ്ട്. ഈസ് ഈക്വൽ ടു, ഗ്രേറ്റർ ദാൻ ഈസ് ഈക്വൽ ടു, നോട്ട് ഈസ് ഈക്വൽ ടു, പിന്നെ എ ഈസ് ഈക്വൽ ടു A+1 എന്നൊക്കെ ഉള്ളതിനുള്ള അസൈൻമെൻറ്റ് ഓപ്പറേറ്റേഴ്സ് ഉണ്ട്. അസൈൻമെൻറ്റിൽ ഗ്രേറ്റർ ദാൻ ഈസ് ഈക്വൽ ടു, ലെസ് ദാൻ ഈക്വൽ ടു, റിലേഷണൽ ഓപ്പറേറ്റേഴ്സ് ഉണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് നമ്മൾ പ്രോഗ്രാമിൽ മെയിനായിട്ട് അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങൾ. പിന്നെ ടെണറി ഓപ്പറേറ്റേഴ്സ് എന്ന് പറഞ്ഞാൽ ഓപ്പറേഷൻ കണ്ടീഷണൽ ഓപ്പറേഷൻസ് ആണ്, ക്വസ്റ്റ്യൻ മാർക്കും കോളവും. ഈ ടെണറി ഓപ്പറേറ്റേഴ്സിൻ്റെ എക്സാമ്പിൾസ് ആക്കിയത് നമുക്ക് ചെറിയ ചെറിയ സ്റ്റേറ്റ്മെൻറ്റുകളായിട്ട് അടുത്ത ക്ലാസ്സിൽ നോക്കാം. ഓക്കെ, ബൈ, താങ്ക് യു.